നമ്മളെല്ലാവരും ഗ്യാസൊക്കെ ഉപയോഗിക്കുന്നവരാണ് അല്ലേ? അപ്പോൾ ഉപയോഗിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഗ്യാസ് തീരാറായോ എന്ന സംശയം നമുക്ക് പലർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ഗ്യാസ് തീരാറായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഗ്യാസിൻ്റെ സിലിണ്ടറായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടിപ്പ് കൂടി കണ്ടു നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ നമ്മുടെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാസ് കഴിഞ്ഞാൽ അത് നിറക്കാൻ വേണ്ടിയുണ്ട് നമ്മൾ പുറത്തേക്ക് വെക്കാറുണ്ട്. അതുപോലെ തന്നെ നിറച്ച് നമ്മൾ ഉള്ളിലേക്ക് വെക്കാറുമുണ്ട്. അപ്പോൾ ഒറ്റയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരുടെ സഹായവും ഇല്ലാതെ നമുക്കിതാ ഇതുപോലെ ഒരു നമ്മുടെ ചവിട്ടി ഉണ്ടെങ്കിൽ അതിൽ കുറ്റി വെച്ചതിന് ശേഷം നിറച്ചതോ അല്ലെങ്കിൽ നമുക്ക് കാലിയായ കുറ്റി ആയിക്കോട്ടെ, നമ്മൾ ഗ്യാസ് ഫുള്ളാക്കിയിട്ടുള്ള കുറ്റി ആയാലും ഇതുപോലെ നമ്മുടെ ചവിട്ടിയിൽ വെച്ചതിന് ശേഷം വലിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ഗ്യാസ് കുറ്റി നമുക്ക് പുറത്തേക്കും അകത്തേക്കും എടുത്തു വെക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ടിപ്പ്. രണ്ടാമത്തെ ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഗ്യാസ് കുറ്റിയൊക്കെ വെക്കുന്ന ഭാഗത്ത് ഇതുപോലെ മഞ്ഞ കറ പിടിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഇത് നമ്മൾ ക്ലീൻ ചെയ്തത് കൊണ്ട് തന്നെ ചെറുതായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ നല്ലപോലെ തന്നെ ചില വീടുകളിലൊക്കെ നല്ലപോലെ തന്നെ കറ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നല്ലപോലെ കറ പിടിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നേ ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുത്ത് ക്ലീൻ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു ടിപ്പാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെറിയ രീതിയിലുള്ള കറയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ആ ഒരു കറയുള്ള ഭാഗത്തായിട്ട് മാത്രമായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്. വിനാഗിരി നമ്മൾ ആ ഉപ്പിട്ട ഭാഗത്ത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പം നല്ലപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാർപ്പിക്ക് ഒഴിച്ചതിന് ശേഷം തുടച്ചെടുക്കാം. അപ്പോൾ നല്ലപോലെ കറ പോവും. അതല്ല ഇനി ഹാർപ്പിക്ക് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിലേക്ക് ഉപ്പും വിനാഗിരിയും ബേക്കിംഗ് സോഡയും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ കൂടി മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു ലിക്വിഡ് പരുവത്തിലാക്കി ഈ ഒരു ഭാഗത്ത് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചായതുകൊണ്ട് തന്നെ നമ്മളിതാ ഉപ്പും അതുപോലെ തന്നെ വിനാഗിരി മാത്രം ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇനി കൂടുതലായിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാൻ പറഞ്ഞത്. നമുക്ക് കുറച്ചൊക്കെ ഉള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ നല്ല പോലെ തന്നെ ഒന്ന് തുടച്ച് കൊടുത്തപ്പോൾ തന്നെ ആ ഒരു കറയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കമ്പിയുടെ സ്ക്രബ്ബർ വെച്ചൊന്നും ഉരച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. ഇതാ കണ്ടോ, നല്ല പോലെ തന്നെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വെള്ളത്തിൽ ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഈ ഒരു ഉപ്പും വിനാഗിരിയും ചേർന്നിട്ടുള്ളത് നമുക്കൊന്ന് കഴുകി അതിന് ശേഷം ഒന്നുകൂടെ ഈ ഒരു തറ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ തറയിൽ കറ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടിപ്പാണ്. ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ ഇതുപോലുള്ള തുണിയുടെ കവറൊക്കെ കിട്ടൂലേ, അത് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് അതിൻ്റെ മേൽഭാഗത്തായിട്ട് ഗ്യാസ് സിലിണ്ടർ വെക്കാം. ഇനി ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂസ് പേപ്പർ വെച്ച് അതിൻ്റെ മേൽവശത്തും വെക്കാം കേട്ടോ. അപ്പോൾ ന്യൂസ് പേപ്പറിനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതുപോലെയുള്ള തുണിയുടെ കവറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ ആണ്. അതിന് മേൽവശത്തായിട്ട് നമുക്ക് ഗ്യാസ് സിലിണ്ടർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ തറയിൽ കറ പിടിക്കുകയില്ല. അപ്പോൾ ഇതും ഒന്ന് ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. നല്ല കുഞ്ഞു ടിപ്പുകളാണ്. ഇത് ചെയ്യുന്നവരുണ്ടാവും, അറിയുന്നവരും ഉണ്ടാവും. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടിപ്പ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഗ്യാസ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റുക എന്നുള്ളത് പറഞ്ഞിരുന്നു അല്ലേ? അതിനൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തുണി നമ്മളൊന്ന് മുക്കി എടുത്ത് പിഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ തന്നെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ സിലിണ്ടറിൻ്റെ മേൽഭാഗത്തു നിന്ന് താഴേക്കായിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഫുള്ളായിട്ട് നമ്മൾ നിറച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഗ്യാസ് സിലിണ്ടറാണ്. ഇത് നമ്മൾ കഴിഞ്ഞതിന് ശേഷം മാറ്റി വെച്ചിട്ടുള്ള സിലിണ്ടറാണ് കേട്ടോ. രണ്ടിലും നമ്മൾ വെള്ളം ഇതുപോലെ താഴേക്ക് ആ തുണി വെച്ചിട്ടൊന്ന് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണിത് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത് ഒരു 2 മിനിറ്റ് 2-3 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് കഴിയുമ്പോൾ 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ 2 സിലിണ്ടറിലും വെള്ളമാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് കാലിയായ സിലിണ്ടറാണ്. ഇതിൽ വെള്ളം പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സിലിണ്ടർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, നമ്മൾ പുതുതായിട്ട് നിറച്ചതായിരുന്നു. ഈ ഒരു ഭാഗത്തെ വെള്ളം ഡ്രൈ ആയിട്ടില്ല. ഇതിൻ്റെ മേൽവശത്തേക്ക് ഈ ഒരു നമ്മൾ വിരൽ വെച്ചതിൻ്റെ മേൽവശത്തേക്ക് ഡ്രൈ ആയിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ട് താഴത്തേക്ക് വെള്ളം ഡ്രൈ ആവാണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുതുതായിട്ട് നിറച്ചത് കൊണ്ട് തന്നെ ഇതിൽ ഏകദേശം 1/4 ഭാഗം ഗ്യാസ് ഉണ്ട്.
കാലിയായിട്ടുള്ള സിലിണ്ടറിലെ വെള്ളം മുഴുവനായിട്ട് തന്നെ വലിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഗ്യാസ് കുറ്റിയിലൊക്കെ ഇതുപോലുള്ള ABCD അതുപോലെ തന്നെ ഈ ഒരു അക്കങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇതെന്തിനെ സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ABCD എന്നുള്ളത് മന്തിനെയും അക്കങ്ങൾ ഇയറിനെയും ആണ് കേട്ടോ സൂചിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ജനുവരി തൊട്ട് മാർച്ച് വരെ, B ഏപ്രിൽ തൊട്ട് ജൂൺ വരെ, C ജൂലൈ തൊട്ട് സെപ്റ്റംബർ വരെ, D ഒക്ടോബർ തൊട്ട് ഡിസംബർ വരെ. ഇതാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ ആ എഴുതിയിട്ടുള്ള അക്കങ്ങൾ അതിൻ്റെ ഇയർ ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ ഗ്യാസ് ഉപയോഗിച്ചാൽ മാത്രം പോരാ, അതിൻ്റെ എക്സ്പയർ ഡേറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിമ്പിൾ നമ്മൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്